ഒക്കെ മിക്കവാറും നിലത്തൂടെയൊക്കെ ആയിരിക്കും കിടക്കുന്നത്. അതിൻ്റെ ഒരു മൂലയ്ക്ക് ഒരടുപ്പുണ്ട്. ആ അടുപ്പിന് ചുറ്റും കുറച്ച് ചെറിയ സ്റ്റൂളുകൾ പോലത്തെ ഇരിപ്പിടങ്ങൾ വെച്ചിട്ടുണ്ട്. അവിടെ ചില പാത്രങ്ങൾ വെച്ചിരിക്കുന്നത് നമുക്ക് മനസ്സിലായി അതിവിടുത്തെ ബുന്ന കാപ്പി ഉണ്ടാക്കാനുള്ളതാണ്. ഈ ബുന്ന കാപ്പി എത്യോപ്യക്കാരുടെ ഒരു ട്രഡീഷണൽ പാനീയമാണ്. അത് വീട്ടുകാർ ആചാരപരമായിട്ടുണ്ടാക്കുന്നു. വീടിനകത്തിരുന്ന് തണുപ്പും മഴയൊക്കെ ഉള്ളപ്പോൾ ഈ ബുന്ന കാപ്പി ഉണ്ടാക്കി ഈ കട്ടിലേലും ഈ ചെറിയ സ്റ്റൂളുകളിലൊക്കെ ആയിട്ട് വട്ടത്തിലിരുന്ന് കഥയും പറഞ്ഞ ആളുകൾ ബുന്ന കാപ്പിയും കുടിച്ചുകൊണ്ടിരിക്കും. അതിഥികൾ ചെന്നാലും അവർ കൊടുക്കുക ഈ ബുന്ന കാപ്പി ഉണ്ടാക്കി സെർവ് ചെയ്യുന്നൊരു ചടങ്ങാണ്. ബുന്ന സെറമണി എന്നൊക്കെയാണ് അത് അറിയപ്പെടുന്നത്. അതിനകത്തൊക്കെ ഷൂട്ട് ചെയ്ത് നിൽക്കുമ്പോഴത്തേക്കും ഒരു വൃദ്ധയായ ഒരു സ്ത്രീ, ഇച്ചിരി പ്രായം കൂടിയ ഒരു സ്ത്രീ കയറി വന്നു. ആ സ്ത്രീ മുഷിഞ്ഞ വസ്ത്രമൊക്കെയാണ്. അവരും പക്ഷേ വളരെ പ്ലസൻ്റാണ്. അവരും പൈസ വേണമെന്ന് പറഞ്ഞു. ബിർ എന്നും പറഞ്ഞിട്ടാണ് ഇവരും കയറി വരുന്നത്. ഞാൻ പറഞ്ഞു ഞാൻ ബിർ തരാം. അങ്ങനെ അവരെയും കയ്യിലെടുത്തു, അവരുടെയും കുറേ ഷോട്ടുകൾ എടുത്തു. അപ്പോഴത്തേക്കും വേറെ കുറേ പിള്ളേർ കയറി വന്നു, പിള്ളേരുടെയും കുറേ ദൃശ്യങ്ങളെടുത്തു. എല്ലാവർക്കും വലിയ ആഘോഷമായി. അപ്പോൾ എല്ലാവരും ബിർ എന്നും പറഞ്ഞിട്ടാണ് നമുക്ക് ചുറ്റും കൂടിയിരിക്കുന്നത്. ഞാൻ എല്ലാവർക്കും ബിർ കൊടുത്തേക്കാമെന്ന് സമ്മതിച്ചു. അങ്ങനെ വീടിനകത്തുനിന്ന് പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ വീടിൻ്റെ പുറത്ത് ഒരു മൂലയ്ക്ക് ഒരു വിറക് കൊള്ളികൾ ഇങ്ങനെ ചാരി വെച്ച പോലത്തെ ഒരു സാധനമുണ്ട്. വിറക് കൊള്ളികൾ ഇങ്ങനെ ചാരി കൂമ്പാരം കൂട്ടി വെച്ചതുപോലെ. അത് അടുക്കളയാണ്. ഇവിടെ മഴയൊന്നും കാര്യമായിട്ടില്ലാത്തൊരു പ്രദേശമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ, ഈ ഡനാക്കിലും ഈ പരിസര പ്രദേശങ്ങളൊന്നും. അതുകൊണ്ട് തന്നെ കാറ്റടിച്ച് തീ കെട്ടുപോകാതിരിക്കുക എന്നുള്ളതേ വിറക് ഇതിൻ്റെ ഉദ്ദേശമുള്ളൂ. കൂടാതെ ഇതിനകത്ത് പാചകം ചെയ്യുമ്പോൾ മറ്റ് മൃഗങ്ങൾ